നമസ്കാരം. ഏതൊരു ബിസിനസ് സംരംഭവും വളരുന്നത് അത് ജനവിശ്വാസ്യത കൂടുതൽ ആർജിക്കുമ്പോഴാണ്. അങ്ങനെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് വളർന്ന ഒരു സ്ഥാപനമാണ് പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ആ പ്രൈഡിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അവരുടെ ആ സംരംഭം ജനങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിച്ചു. അത് ജനങ്ങൾക്ക് മുൻപിൽ ആ വിശ്വാസം അവർക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു. സുതാര്യമായ രീതിയിലായിരുന്നു അവരുടെ പ്രവർത്തനം. ആ പ്രവർത്തന മികവ്, ആ ജനവിശ്വാസം കൈപ്പിടിച്ച് വാങ്ങാൻ സാധിച്ചതൊക്കെ അവരുടെ വളർച്ചയിൽ ഏറെ സ്വാധീനമുണ്ടാക്കി. ഇപ്പോഴിതാ കേന്ദ്ര സർക്കാരിൻ്റെ പോലും അംഗീകാരവും വിശ്വാസ്യതയും ഒക്കെ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ വളർച്ചയുടെ പടവുകളെക്കുറിച്ച് സംസാരിക്കുകയാണ് പ്രൈഡിൻ്റെ സാരഥികൾ. അതേക്കുറിച്ച് ആദ്യം നമ്മളോട് പറയുന്നത് അതിൻ്റെ ചെയർമാനായ ഡോക്ടർ എൻ സായിറാമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോയി വരാം. From the time of election in 2021, all our board of directors are working hard towards the short-term, long-term goals of the society. The first objective, the main objective in the society on the profit like ethikino. The initial objective is that, and that with all the support of our directors, all the supporting staff, everybody, we have achieved that. And the second one is to the society as a corporate office, we want to have our own building in the Calicut city. Even that one has been achieved by us, and we are proud to be sitting in that office with the state-of-the-art facilities. And recently, we have conducted our AGM in August 2024 in the presence of Honorable Central Minister Sri Suresh Gopiji. And in his presence, we have declared the dividend of 4% to the members of our society, which is a great achievement by the credit society, which a lot of societies hasn't done till now. And with this profit, we are able to contribute substantial amount towards the Ministry of Cooperation to support the weaker cooperatives in our same sector. And the long-term goals of our society for us is to, by the March 2025, the end of this financial year, we want to make this society a 650 crore with 1 lakh members. This already we have achieved this target. I am very happy for that achievement. In long term, in the next 2 financial years, by the end of March 2027, our society, we want to have 5 lakh members with 3,000 crores of book size. So for this to achieve, we need all the support and the hard work of our directors, all the field staff, managers, everybody. And recently we have had a state-of-the-art facility, loan center at the regional office in Alva, where we have around 50 to 60 staffs working over there with the latest technology. All the loan processing and the loan process has been happening there. And we are proud to be in this field. And in near future, we want to be the pioneers in the credit society. And I wish all our board members, all our staffs, all our field staff, everybody who has contributed to the society's success. Thank you. ഡോക്ടർ എൻ സായിറാമിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു. ആ കേട്ടതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിശദമാകേണ്ടതുണ്ട്. ഇനിയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ ലക്ഷ്യങ്ങൾ, ഇത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ, ഇതേക്കുറിച്ചൊക്കെ പറയാൻ നമുക്കൊപ്പം ഇപ്പോഴുള്ളത് അതിൻ്റെ CEO ആയിട്ടുള്ള ശൈലേഷ് സി നായരാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യും. നമസ്കാരം സാർ. ആദ്യം തന്നെ ഞാനൊരു മുഖവരിയില്ലാതെ ചോദിക്കുകയാണ്. ഞാൻ കണ്ട ഒരു അനുഭവം, അതായിരിക്കുമല്ലോ ഏറ്റവും നല്ലത്. എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, പ്രൈഡിൻ്റെ ആദ്യമായിട്ടൊരു പരിപാടിയിൽ ഞാൻ വരുന്നത്, കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയൊക്കെ വരുന്നു. ഒരു സ്ഥാപനം അവരുടെ ലാഭവിഹിതം അവരുടെ ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് നേരിട്ട് വിതരണം ചെയ്യുകയാണ്. അവരുടെ ഒരു വാർഷിക പൊതുയോഗത്തിൽ. ഇപ്പോൾ ഒരുപക്ഷെ പലയിടത്തും കാണാത്ത ഒരു കാഴ്ചയാണ്. വളരെയധികം സന്തോഷം തോന്നി. എങ്ങനെയാണ് ഈ ഒരു വിശ്വാസ്യത നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയത്? താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ 2024 ഓഗസ്റ്റ് 30 ബഹുമാനായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് പ്രൈഡിൻ്റെ നടത്തിയത്
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ചുവടുവെപ്പ് തന്നെയാണ്. ഏകദേശം 3000-ഓളം വരുന്ന മെമ്പർമാരെ ഉൾക്കൊള്ളിച്ച് നടത്തിയ ആ ഒരു ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ വച്ച് പ്രൈഡിൻ്റെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നിറഞ്ഞ ഒരു ചരിത്ര നിമിഷം തന്നെയാണ്, മുഹൂർത്തം തന്നെയാണ്. 2024 പ്രൈഡ് ക്രെഡിറ്റ്സിൻ്റെ AGM ഇവിടെ തുറന്നു വെച്ചതായി വിളംബരം ചെയ്യുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2021 പുതിയ ഭരണസമിതി, പ്രൈഡിൻ്റെ പുതിയ ഭരണസമിതി അധികാരമേറ്റതിന് ശേഷം നടത്തിയിട്ടുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ, വളരെ അച്ചടക്കത്തോടു കൂടിയുള്ള സുതാര്യത നിറഞ്ഞ പ്രവർത്തനത്തിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും 2024 അത് നേരിട്ട് എല്ലാവർക്കും കൂടി കാണാൻ സാധിച്ചത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പീപ്പിൾ ഓറിയൻറ്റഡ് ആണ്, അതുപോലെ തന്നെ സിസ്റ്റം ഓറിയൻറ്റഡ്, പ്രോസസ് ഓറിയൻറ്റഡ്. ഇത് കൃത്യമായി നിറവേറ്റാൻ സാധിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൊമെൻറ്റ് നിങ്ങൾക്കൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പെട്ട മാധ്യമ പ്രവർത്തകരുമുള്ള ഒരു വേദിയായിരുന്നു, ഒരു ചടങ്ങായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നേരിട്ട് എല്ലാവർക്കും അത് ബോധ്യപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ്. ഘട്ടം ഘട്ടമായി മെമ്പർമാരിലുള്ള വിശ്വാസ്യത നേടിയെടുക്കുക എന്നതാണ് ഏതൊരു സഹകരണ സ്ഥാപനവും നിലവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അത് വളരെ പങ്ക്ച്വലായി കൃത്യമായി നിറവേറ്റാൻ പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഈ കുറഞ്ഞ നാളുകൊണ്ട് സാധിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഞങ്ങളുടെ ഒരു പൊൻതൂവലായി ഇവിടെ നിൽക്കുകയാണ്. അതിന് ഞങ്ങളുടെ സ്റ്റാഫുകൾ, അതുപോലെ തന്നെ ഫീൽഡ് അസോസിയേറ്റ്സ്, അതേപോലെ തന്നെ ഞങ്ങളുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയ മുഴുവൻ പ്രൈഡ് കുടുംബാംഗങ്ങളും ഒരേ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടിയുള്ള ഒരു പ്രവർത്തന ശൈലി അവലംബിച്ചതുകൊണ്ടാണ് ഈ ചുരുങ്ങിയ നാൾ കൊണ്ട് ഇത്തരത്തിലുള്ളൊരു നേട്ടത്തിലേക്ക് ഞങ്ങൾക്ക് മാറാൻ സാധിച്ചത്, കൈവരിക്കാൻ സാധിച്ചത്. മറ്റൊന്ന്, ഇത് പറഞ്ഞു വരുമ്പോൾ തന്നെ ഈ NCDC-യുടെ 100 കോടി വായ്പയൊക്കെ നേടിയെടുക്കുന്നുണ്ട്. അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. കാരണം ഒരു വായ്പ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ വിചാരിക്കും വായ്പയല്ലേ, പക്ഷേ NCDC എന്താണെന്ന് അറിയുന്നവർക്കറിയാം. അതൊരു കേന്ദ്ര സർക്കാരിൻ്റെ സഹകരണ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ്. അത് ഒരു ഹ്രസ്വകാല വായ്പയെ 100 കോടി രൂപ പോലെ ഒരു വലിയ സംഖ്യ അനുവദിക്കണമെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ചാർട്ട് പരിശോധിക്കും, അതിൻ്റെ ഏത് രീതിയിലാണ് അവർ ഇടപെടൽ നടത്തുന്നത് എന്ന് പരിശോധിക്കും. ഇത്തരത്തിലൊരു നേട്ടം നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ പൊതുസമൂഹത്തിൻ്റെ നേട്ടം നമ്മൾ പറഞ്ഞു, ഒരു ജനവിശ്വാസ്യത പറഞ്ഞു, അതിനപ്പുറത്തേക്കാണ് ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു വിശ്വാസ്യത നേടിയെടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആ ഒരു വായ്പയൊക്കെ നേടിയെടുക്കാനുള്ള ഒരു സാഹചര്യം അതെങ്ങനെയായിരുന്നു? NCDC താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ NCDC നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്, സഹകരണ സ്ഥാപനമാണ്. കേരളത്തിൽ അതിൻ്റെ റീജിയണൽ ഓഫീസ് വരുന്ന തിരുവനന്തപുരമാണ്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന സ്ഥാപനം എന്ന നിലയ്ക്ക് തന്നെ സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം വിശദമായി പഠിച്ച് മനസ്സിലാക്കി സമൂഹത്തിന് ഉതകുന്നതായ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾക്ക് വായ്പ അനുവദിക്കുക എന്നുള്ളതാണ് NCDC പോലെയുള്ള സ്ഥാപനങ്ങൾ ചെയ്യുന്നത്. നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിൽ നിന്നും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് വായ്പ നൽകുന്നതിൽ കേരളത്തിൽ നിന്നും രണ്ടാമത് ലഭിച്ചൊരു സൊസൈറ്റി ആണ് പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ജനുവരി മാസത്തിൽ ഞങ്ങൾക്കത് ലഭിക്കുകയുണ്ടായി. ആ ഒരു പ്രോസസ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 5-8 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു. ബാലൻസ് ഷീറ്റ് ഉൾപ്പെടെ, സൊസൈറ്റിയുടെ ക്രെഡിബിലിറ്റി ഉൾപ്പെടെ, സൊസൈറ്റിയുടെ മെമ്പർമാരുടെ സ്ട്രെങ്ത് ഉൾപ്പെടെ ഈ ചിട്ടയായ പ്രവർത്തനം എന്തൊക്കെ കാഴ്ചവെക്കാൻ ഒരു സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ശക്തമായ ഒരു വിലയിരുത്തൽ നടത്തി, ബ്രാഞ്ച് തലങ്ങളിലുള്ള വിസിറ്റുകൾ നടത്തി, റീജിയണൽ ഓഫീസ് അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള സന്ദർശനങ്ങൾ നടത്തി, മുഴുവൻ ഡാറ്റാസും പരിശോധിച്ചുകൊണ്ട് പൂർണ്ണമായും ഈ വായ്പ ലഭിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അർഹതയുള്ള ഒരു സ്ഥാപനമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം നൽകുന്ന ഒരു പ്രോസസ്സ് സംവിധാനമാണ് NCDC-യുടെ. ഇത് താങ്കൾക്കറിയാമല്ലോ. അപ്പം അത് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, ഇനീഷ്യലി 100 കോടിയാണ് നമ്മൾക്ക് വായ്പ ലഭിച്ചിരിക്കുന്നത്.
നമ്മളുടെ പ്രവർത്തനവും ഇതുപോലെ അതിൻ്റെ തിരിച്ചടവും കൃത്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയും വായ്പ ലഭിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും ഒരു വലിയ നേട്ടം തന്നെയാണ് NCDCയെ പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും 100 കോടി രൂപ വായ്പ ലഭിച്ചു എന്നുള്ളത്. അത് ഞങ്ങൾക്കും ഞങ്ങളുടെ മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരമായി ഞങ്ങൾ കാണുകയാണ്. ഒരു സഹകരണ സ്ഥാപനം എന്ന് പറയുമ്പോൾ സഹകാരികളുടെ ഒരു സംഗമമാണ്. അപ്പോൾ തീർച്ചയായും സഹകരണ പ്രസ്ഥാനത്തിൽ എല്ലാവരും പരസ്പര പൂരകമായ ഒരു സഹകരണത്തിലൂടെ പോകുമ്പോഴാണ് അതിനൊരു ചിട്ടയായ പ്രവർത്തനവും അതിനൊരു സുതാര്യതയൊക്കെ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് ഇതിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഞങ്ങൾ ഉൾപ്പെടെ 13 അംഗ ബോർഡ് മെമ്പേഴ്സുള്ള ഒരു പ്രവർത്തന രീതിയാണ് ഇവിടെ അവലംബിക്കപ്പെടുന്നത്. അതിൽ ഓരോ ഡയറക്ടേഴ്സിന് കൃത്യമായ ചുമതലകൾ, അവർക്ക് അതാത് മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ, സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ജോലികൾ, മറ്റ് കർത്തവ്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് പോകുമ്പം ഒരു സൊസൈറ്റിയെ പറ്റി താങ്കൾക്കറിയാം എന്തൊക്കെ കാര്യങ്ങൾ അതിന് ഓരോ ദിവസം ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയാം. അപ്പം പ്രത്യേകിച്ച് ഇത് സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിലായതുകൊണ്ട് ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നടത്താനുണ്ട്. അപ്പോൾ മൾട്ടി സ്റ്റേറ്റ് നിലയ്ക്ക് 16 സംസ്ഥാനങ്ങളിൽ പ്രവർത്തന പരിധിയുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലോൺ പ്രോസസ്സ്, മറ്റ് സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചെയർമാനും അല്ലെങ്കിൽ ഞാനും അതുപോലെ CEO ഉൾപ്പെടെയുള്ള ആളുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പക്ഷേ ബാക്കി ഞങ്ങളുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായ ഒരു സിസ്റ്റം, ഞാൻ പറഞ്ഞു നേരത്തെ ഇവിടെ സിസ്റ്റം അവലംബിച്ചിട്ടുണ്ട്. ആ കൃത്യമായ ഒരു സിസ്റ്റത്തിലൂടെയാണ് ഇതിൻ്റെ യാത്ര എന്നുള്ളത് കൊണ്ടാണ് ഇത്ര വേഗത്തിൽ കരുത്താർജിക്കാനും ഇത്ര വേഗത്തിൽ ഒരു വലിയ പടവുകൾ താണ്ടാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. NCDCയിൽ നിന്ന് 100 കോടി രൂപ വായ്പ കിട്ടിയതിന് തൊട്ട് മുമ്പ് ഏകദേശം അതിനൊരു 3 മാസക്കാലം മുമ്പ് നാഫ്കബിലെ ഒരു ലക്നൗവിൽ വെച്ച് നടന്ന ഒരു ഫംഗ്ഷനിൽ ഇന്ത്യയിലെ ഏറ്റവും ബാങ്കിങ് ഫണ്ടേഴ്സ്, അതിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഓഡിറ്റ് റിപ്പോർട്ടും ഏറ്റവും നല്ല ആനുവൽ റിപ്പോർട്ടിനുമുള്ള ഏറ്റവും നല്ല ക്രെഡിറ്റ് ഗ്രോത്തിനുമുള്ള അവാർഡ് 2 അവാർഡുകൾ വാങ്ങിയ ഒരു മൾട്ടി എസ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അത് പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എന്നുള്ളത് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കാം. നാഫ്കബിൻ്റെ അന്നത്തെ ആ ഒരു അവാർഡ് ഒരു ദേശീയ തലത്തിലുള്ള ഒരു പുരസ്കാരം ലഭിക്കുന്നു. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് നിരവധി പുരസ്കാരങ്ങൾ നമ്മുടെ കേരള വിഷൻ ന്യൂസിൻ്റെ ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ നേടുന്ന തലത്തിലേക്ക് വരുന്നു. സ്വാഭാവികമായും അവിടെയെല്ലാം വിലയിരുത്തപ്പെടുന്ന ഒരു വസ്തുതയുണ്ട്. അതായത് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന സുതാര്യത. നമ്മൾ നേരത്തെ വിശ്വാസ്യതയെക്കുറിച്ച് പറഞ്ഞു. ഇതിൻ്റെ പ്രവർത്തന സുതാര്യത എന്തായാലും നമ്മളൊരു പുരസ്കാരം നൽകുന്ന സമയത്ത് നോക്കുക, അത് ഏത് തരത്തിലാണ് അതിൻ്റെ സുതാര്യമായ പ്രവർത്തനം, അതിൻ്റെ മറ്റിടപെടൽ എന്നുള്ളത്. ഈ പ്രവർത്തന സുതാര്യത ഉറപ്പുവരുത്താൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഒരു സഹകരണ സ്ഥാപനം നടത്തി കൊണ്ടുപോകുക അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം കൃത്യമായ രീതിയിൽ നടത്തുക എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഓരോ മെമ്പർമാർക്കും, ഇവിടെയുള്ള ഏത് സഹകരണ സ്ഥാപനമാവട്ടെ അതുപോലെ ഓരോ മെമ്പർമാർക്കും അവരുടെ അവകാശമാണ് ആ സഹകരണ മേഖല അല്ല സഹകരണ സൊസൈറ്റികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടത്തിക്കൊണ്ട്, കൃത്യമായ ഓഡിറ്റിംഗ് നടത്തിക്കൊണ്ട്, കൃത്യമായ ഇൻറ്റേണൽ ഓഡിറ്റിംഗ് നടത്തിക്കൊണ്ട്, വാർഷികപരമായിട്ടുള്ള ഓഡിറ്റിംഗ് നടത്തിക്കൊണ്ട് ഒരു സുതാര്യതമായ പ്രവർത്തനം ആർക്കും എപ്പോഴും ലഭ്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ആര് കാഴ്ചവെക്കുന്നു അവർക്കൊക്കെ എവിടെയും വിജയം ഉണ്ടാകാൻ സാധിക്കും. അത് ബാങ്കിങ് മേഖല വേണമെന്നില്ല, ഏത് ബിസിനസ് മേഖല എടുത്തു നോക്കിയാൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലക്നൗവിൽ നടന്ന ഈ നാഫ്കബിൻ്റെ പ്രോഗ്രാം നമ്മൾ സംസാരിച്ചു. അതിൽ ഇന്ത്യയിലെ വളരെ കുറഞ്ഞ മൾട്ടി സ്റ്റേറ്റുകളിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനവും 2 അവാർഡുകളും വാങ്ങാൻ സാധിച്ചപ്പോൾ ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത് കേരളത്തിൽ നിന്നുള്ള വിരലെണ്ണാവുന്ന സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, ബാങ്കുകൾ ഉണ്ടായിരുന്നു. അപ്പം അവരിൽ നിന്ന് ഒരു മൾട്ടി സ്റ്റേറ്റ് എന്ന രീതിയിൽ ഞങ്ങൾ പലരെയും പരിചയപ്പെട്ടു. പലരും വന്ന് നമ്മളെ പരിചയപ്പെടുന്നു. നമുക്ക് പലരും പരിചയമുള്ള ആളുകൾ ഉണ്ടായിരുന്നു മേഖലയാകുമ്പോൾ സ്വാഭാവികമായിട്ടും. അപ്പോൾ അവർ തന്നെ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, ചുരുങ്ങിയ കാലം കൊണ്ട് എങ്ങനെയാണ് ഒരു മൾട്ടി സ്റ്റേറ്റിന് ഈ മേഖലയിൽ എത്തിച്ചേർന്ന് ഇത്രയും വലിയൊരു
അവാർഡിലേക്ക് എത്തിപ്പെടാനുണ്ടായ നിങ്ങളുടെ പ്രവർത്തന ശൈലി എന്താണ് എന്നൊക്കെ. കാരണം ഇപ്പോൾ നമുക്കറിയാം പല സഹകരണ മേഖലകളും ചിലപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാതെ വളരെ ഒരു പഴയ സ്റ്റൈലിൽ തന്നെ ഇപ്പോഴും അതിനെ കൊണ്ടു നടന്ന് ഒരുപാട് മെമ്പർമാരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മളിതൊരു പുതിയ ടെക്നോളജി, കാലം മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ട് ഏതൊരു മെമ്പർക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതാത് സമയം, അത് ഓരോ സെക്കൻഡിൽ നടത്തി കൊടുക്കാൻ പ്രാപ്തമായ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ഈ സുതാര്യതയും അതും വെച്ച് നമ്മൾ പറയുമ്പോൾ അതിലേക്ക് മനസ്സിലാക്കേണ്ടത്. ഏതൊരു സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ചും അവരുടെ കരുത്ത് എന്ന് പറയുന്നത് നിക്ഷേപകരാണ്. ഈ നിക്ഷേപകരെ ആകർഷിക്കാൻ നമുക്ക് ചില പദ്ധതികൾ എന്തായാലും കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാനൊരു നിക്ഷേപകനായി വരുന്നു എങ്കിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഗുണപ്രദമായ ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികളാണ് പ്രൈഡിനെ സംബന്ധിച്ചുള്ളത്? ഒരു ചെറിയ തുക ഓരോ മാസവും അടച്ചുകൊണ്ട് ഒരു പക്ഷേ നമുക്കറിയാം നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സഞ്ജയിക പോലത്തെയൊക്കെ നിക്ഷേപ പദ്ധതികൾ, അപ്പം ചെറിയ തുകകൾ വെച്ച് ഓരോ മാസവും അടച്ച് ഒരു നിശ്ചയ കാലയളവിനുള്ളിൽ ഒരു വലിയ തുകയിലേക്ക് മാറിക്കൊണ്ട് അതിൻ്റെ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ലഘു സമ്പാദ്യ പദ്ധതികൾ ഉൾപ്പെടെ പിന്നെ സ്ഥിര നിക്ഷേപങ്ങൾ ഉൾപ്പെടെയുള്ള ആകർഷകമായ പദ്ധതികൾ സൊസൈറ്റി നടപ്പിലാക്കി വരുന്നുണ്ട്. അത് ഒരു പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് ബാങ്കുകളെ കമ്പയർ ചെയ്യുമ്പം നിക്ഷേപകന് അത് ഏത് തരത്തിലുള്ള നിക്ഷേപം ഓപ്റ്റ് ചെയ്യണം, അത് സ്വീകരിക്കണം എന്നുള്ള ഒരു പിന്നെ ചോയ്സ് അവിടെ എപ്പോഴും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മെമ്പറായി വരുന്ന ഒരാൾക്ക് നമ്മളുടെ പിന്നെ ആകർഷകമായ പല നിക്ഷേപങ്ങളിൽ നിന്നും ഒന്ന് സ്വീകരിക്കാനുള്ള തീർച്ചയായിട്ടും ഒന്ന് സ്വീകരിക്കാനുള്ളൊരു പ്രവണതയുണ്ടാകുന്നു. അവരത് സ്വീകരിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി അതിനെ യാതൊരു തരത്തിലുള്ള ഡിഫോൾട്ടുമില്ലാതെ ഇത്രയും കാലം കൊണ്ടുപോകാൻ സാധിക്കുന്നു. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വളർച്ചയുടെ വലിയ ഘട്ടം. മെമ്പർമാർ തന്നെയാണ് ഞങ്ങളുടെ ശക്തി, ഞങ്ങളുടെ ബലം, ഞങ്ങളുടെ സംരക്ഷണം എന്ന് വേണമെങ്കിൽ ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ഈ ലഘുവായ ഗഡുക്കളുണ്ട് എന്ന് അങ്ങ് പറഞ്ഞു. ഒരു സാധാരണക്കാരന് നാളെ ഒന്നും വേണ്ട, ഒരു കൂലിപ്പണിക്കാരനായ ഒരു വ്യക്തിക്ക് ഇതിൽ ഒരു നിക്ഷേപ പദ്ധതി തുടങ്ങണം. അതുമുതൽ ഒരു വലിയ വ്യവസായിക്ക് അയാളുടെ എന്തെങ്കിലും നിക്ഷേപം നടത്തണം എന്ന് കരുതിയാൽ അത്തരം പദ്ധതികളൊക്കെ ഇവിടെ ലഭ്യമാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു ആളുകളെയും ആകർഷിക്കാൻ തരത്തിലുള്ള പദ്ധതികൾ ഇവിടെയുണ്ട്. ഏറ്റവും സാധാരണ ഗ്രൗണ്ട് ലെവൽ മുതൽ ഏറ്റവും പിന്നെ സമ്പന്നമായി നിൽക്കുന്ന ആളുകളിലേക്ക് വരെ. പക്ഷേ നമ്മളുടെ കാറ്റഗറി എന്ന് പറയുന്ന ഒരു സഹകരണ സ്ഥാപനം എന്ന നിലയ്ക്ക് എല്ലാ തരത്തിലുള്ള ആളുകളെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സമൂഹത്തിൽ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ്. സമൂഹത്തിൽ പ്രത്യേകിച്ച് പിന്നെ ചെറിയ വരുമാനങ്ങളൊക്കെയായി പോകുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘട്ടം വരുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ അഭിലാഷപ്പെടുത്താൻ സാധ്യമാക്കുന്ന രീതിയിലുള്ള പദ്ധതികളിലേക്കാണ് ഞങ്ങൾ കൂടുതലും ഊന്നൽ കൊടുക്കുന്നത്. കാരണം മറ്റ് വലിയ വലിയ മൾട്ടിനാഷണൽ ബാങ്കുകൾ പോലെയുള്ള സ്ഥാപനങ്ങളോടൊന്നും കടപിടിക്കാൻ മാത്രം നമ്മളായിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും സാധാരണക്കാരുടെ മനസ്സിൽ ഒരു ഇടം നേടണമെങ്കിൽ ആ സാധാരണക്കാരന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ഇനി 2027 വരുമ്പോഴേക്കും ഏകദേശം ഒരു 3000 കോടിയുടെ നിക്ഷേപം എല്ലാ ഘട്ടത്തിലും എല്ലാ തരത്തിലുള്ള ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് 3000 കോടിയിലേറെ നിക്ഷേപവും ഏകദേശം 5 ലക്ഷത്തോളം വരുന്ന ആളുകൾ മെമ്പർമാരായി വരുന്ന ഒരു വലിയ കാഴ്ചപ്പാടും ഒരു സ്വപ്നത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര. സ്വപ്നം യാഥാർത്ഥ്യമാക്കി തീർക്കാം എന്നുള്ള ഒരു ചിട്ടയായ ഒരു പ്രവർത്തനം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരള വിഷൻ പോലെയുള്ള മാധ്യമങ്ങൾ ഞങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച് ഞങ്ങളുടെ പ്രവർത്തനം മനസ്സിലാക്കി ഞങ്ങളുടെ ചിട്ടയായ ശൈലി മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് അംഗീകാരങ്ങൾ നൽകുകയാണ്. മറ്റൊന്ന്, ഈ മിഷൻ 27 എന്ന് നമുക്കതിനെ വിളിക്കാൻ വേണം. തീർച്ചയായിട്ടും മിഷൻ 27 ആണല്ലോ അത്. ആ മിഷൻ 27ലേക്ക് കടന്നു പോകാനുള്ള എന്തൊക്കെ പ്ലാനുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്? പ്രധാനമായും മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ്. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊരു സഹകരണ പ്രസ്ഥാനത്തിൻ്റെയും ശക്തി എന്ന് പറയുന്നത് മെമ്പർമാരാണ്. ഞങ്ങൾക്ക് ഏകദേശം 1 ലക്ഷത്തിനടുത്ത് മെമ്പർമാർ നിലവിലുണ്ട്.
അത് ഞങ്ങൾ 5 ലക്ഷത്തിലേക്ക് പോകുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു പ്ലാനോട് കൂടി മെമ്പർമാരിലേക്ക് ഒരു സൊസൈറ്റി എന്താണ് എന്ന് കൃത്യമായി കാണിച്ചു കൊടുത്ത് അവരിൽ നിന്ന് മെമ്പർഷിപ്പ് സ്വീകരിച്ച് കേരളത്തിൻ്റെയും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുനിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 16 സംസ്ഥാനങ്ങളിൽ പ്രവർത്തന പരിധിയുള്ള ഒരു പക്ഷേ ഇന്ത്യയിൽ ഇത്രയധികം പ്രവർത്തന പരിധിയുള്ള മറ്റൊരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പം അത്തരത്തിൽ വലിയ വിപുലമായ ഒരു പ്രവർത്തന പരിധി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾക്ക് പഞ്ചാബ്, ആന്ധ്ര, മഹാരാഷ്ട്ര, ഒറീസ, ഡൽഹി തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് മെമ്പർമാരുണ്ട്. അവരെല്ലാം മന്ത്ലി അവരുടെ ഈ പറയുന്ന പോലെയുള്ള പിന്നെ ചെറുകിട നിക്ഷേപങ്ങളൊക്കെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചുകൊണ്ട് ഇപ്പോൾ എല്ലാ സംവിധാനം വളരെ വിപുലമാണ്. നമുക്കറിയാമല്ലോ പിന്നെ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ മറ്റ് ഫോൺ പേ വഴിയോ എല്ലാം അയക്കാനുള്ള സംവിധാനമുണ്ട്. ആ UTR നമ്പർ അയച്ച് നമുക്ക് തരുമ്പോൾ നമുക്ക് അക്നോളജ് ചെയ്യാൻ വളരെ ഈസിയാണ്. പഴയ കാലഘട്ടം പോലെയല്ല. ഒരു 2 വർഷം കൊണ്ട് നമുക്ക് ചിലപ്പോൾ 2 വർഷം വേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് ചിലപ്പോൾ അഹങ്കാരമായിട്ട് പറയാൻ സാധിക്കും. എന്താണെങ്കിലും ആ 2 വർഷം കൊണ്ട് 5 ലക്ഷം മെമ്പേഴ്സ് എന്നുള്ള ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സാധിക്കും. അതിന് വേണ്ടി ഞങ്ങളുടെ കൂടെയുള്ള ബോർഡംഗങ്ങൾ, ഞങ്ങളുടെ സ്റ്റാഫുകൾ, ഞങ്ങളുടെ ഫീൽഡ് അസോസിയേറ്റ്സ് എല്ലാവരും ഒരുപോലെ ഈ ക്യാമ്പയിനെ അനുധാവനം ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായ ഒരു പിന്നെ യാത്രയിലാണുള്ളത്. വളരെ ഭംഗിയായി തീർക്കാൻ സാധിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. നമ്മളിങ്ങനെ സംസാരിച്ച് വരുന്ന സമയത്ത് ഈ സഹകരണ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. പ്രൈഡ് അതിനേക്കാളും കുറച്ചുകൂടി കടന്നു ചെയ്യുകയാണ്. മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ ചെയ്യുന്നതിനപ്പുറത്ത് മറ്റേതെങ്കിലും കർമ്മ മേഖലയിലേക്കോ അല്ലെങ്കിൽ ഇടപെടൽ നടത്താൻ നിങ്ങൾ ഇനിയിപ്പോൾ ആലോചിക്കുന്നുണ്ടോ? അത്തരം ഇടപെടൽ നടത്തുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ്? ഒരു സഹകരണ സ്ഥാപനം നിലയ്ക്ക് വിശാലമായ സാധ്യതകൾ ഞങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ബൈലോ പ്രകാരം ഒരുപാട് സാധ്യതകൾ ഞങ്ങൾക്കുണ്ട്. ഈ ഒരു 4 വർഷക്കാലം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അടിത്തറ കൃത്യമാക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ 2021 പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ആ അടിത്തറ ഏകദേശം സ്ട്രോങ് ആയി എന്നൊരു ബോധ്യം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. കാരണം ചിട്ടയായ പ്രവർത്തനം കൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്കൊരു വലിയ കെട്ടുറപ്പുണ്ടാക്കാൻ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് മേഖലകളിലേക്ക് തന്നെ, കാരണം പല ഭാഗത്തു നിന്നും പല ആളുകളും ചോദിക്കുന്നുണ്ട്, പല എൻക്വയറികളുണ്ട്. സമൂഹത്തിലെ സാധാരണക്കാരായ അല്ലെങ്കിൽ ഒരു വിഭാഗം വളരെ പിന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗങ്ങൾ കൊണ്ടും മറ്റു മേഖലകളും മറ്റു പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളൊക്കെയുള്ള ഒരു സമൂഹമാണ് നമ്മളത്. അപ്പം അത്തരത്തിൽ ആരോഗ്യപരമായ രംഗത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പിന്നെ മേഖലകളിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും പ്രവർത്തനം കാഴ്ചവെക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. അതിന് വേണ്ട ഒരു ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മറ്റ് ഡിസ്കഷനുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണെങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ട് പ്രൈഡ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന നിലയ്ക്ക് ഒരു സൊസൈറ്റിയുടെ ചാനൽ മാത്രമല്ലാതെ മറ്റ് മേഖലകളിലേക്കും വൈകാതെ കാലുകൾ എടുത്തു വയ്ക്കും എന്ന കാര്യം ഒരു സംശയം വേണ്ട. അത് എടുത്തു വെച്ചാൽ അത് ഒരു പക്ഷേ സമൂഹത്തിന് ഒരു മാതൃകയാവുന്ന രീതിയിലുള്ള ഒരു കാൽവെപ്പായി മാറും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സാധാരണ സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ നിക്ഷേപകരായി തന്നെ നിലനിൽക്കുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ മറ്റ് മേഖലകൾ പരിപോഷിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല. പക്ഷേ പ്രൈഡിനെ സംബന്ധിച്ച് അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രൈഡ് കേവലം ഇതിൻ്റെ ഡയറക്റ്റ് ബോർഡിലുള്ള ആളുകൾക്ക് മാത്രമല്ല ഗുണപ്രദമാകുന്നത്. നിക്ഷേപകന് കേരളം നിക്ഷേപം എന്നതിനപ്പുറത്തേക്ക് പല ഗുണങ്ങളും ഇതിൽ നിന്ന് ലഭിക്കുന്നു. അവരുടെ ഒരു ജീവിത പരിസരം തന്നെ പ്രൈഡ് വഴി മെച്ചപ്പെടുന്നു എന്നുള്ളത് കാണുന്ന കാഴ്ചയാണ്. തീർച്ചയായിട്ടും ആ ഒരു തലം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്? പ്രൈഡിൽ വരുന്ന ഏതൊരു മെമ്പറും പ്രൈഡിൻ്റെ കുടുംബാംഗമാണ്. അത് പ്രൈഡിൻ്റെ കുടുംബാംഗത്തെ പോലെ ഞങ്ങൾ കാണുകയും ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു അനുഭവമാണ്. എന്തായാലും ഇനിയും ഒരുപാട് വളർച്ചയുടെ പടവുകൾ താണ്ടട്ടെ. ഇനിയും ഉയരങ്ങളിലേക്ക് പ്രൈഡ് ആ പേര് അന്വർത്ഥമാകുന്ന വിധത്തിൽ ഒരു അഭിമാനകരമായ നേട്ടം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഉൾപ്പെടെ ഒരു വ്യാവസായിക രംഗത്ത്, ബാങ്കിങ് രംഗത്തൊക്കെ രാജ്യത്തുടനീളം പരന്ന് പന്തലിക്കുന്നൊരു സ്ഥാപനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.
പ്രൈഡ് എന്താണ് എന്ന് ചെയർമാൻ്റെയും സിഇഒയുടെയും വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രൈഡിൽ ലഭിക്കുന്ന ലോണുകൾ എന്തൊക്കെയാണ് അതേക്കുറിച്ച് സംസാരിക്കുകയാണ് പ്രൈഡിൻ്റെ CEO ആയിട്ടുള്ള പൗസൻ വർഗീസ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ഏതൊരു ധനകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന നിക്ഷേപങ്ങൾ പരമാവധി ലോണുകളാക്കി മാറ്റിക്കൊണ്ട് ആ ലോണുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനത്തിൻ്റെ ലാഭത്തെ നിശ്ചയിക്കുന്നത്. പ്രൈഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീനെ സംബന്ധിച്ചിടത്തോളം ലോണുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നാഫ്കപ്പ് മീറ്റിൽ ഏറ്റവും ബെസ്റ്റ് ക്രെഡിറ്റ് ഗ്രോത്തിന് സൊസൈറ്റിക്ക് അവാർഡ് കിട്ടുക. അതായത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്രെഡിറ്റ് ഗ്രോത്ത് 180% ആണ് നമ്മൾ ക്രെഡിറ്റിന് വളർച്ച വന്നത്. ഇനി ലോണുകൾ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് സാധാരണ സഹകരണ സ്ഥാപനങ്ങളിൽ ആരെങ്കിലും റെക്കമെൻഡേഷനിൽ കൂടെ ഭാഗമായിട്ടാണ് ലോണുകൾ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഇവിടെ 2-3 മാനദണ്ഡങ്ങൾ നമ്മൾ അതിനകത്ത് നോക്കുന്നുണ്ട്. ഒന്ന്, തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി. ഒന്ന്, ഇതിനു മുമ്പുള്ള ലോൺ തിരിച്ചടച്ചിട്ടുള്ളതിൻ്റെ ഒരു റെക്കോർഡ്. 3, ഏറ്റവും പ്രധാനമായും ഈ ലോണിന് മാനദണ്ഡമായി എടുക്കുന്ന കൊളാട്രൽ അല്ലെങ്കിൽ ആരാണ് ജാമ്യം എന്നുള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അപൂർവം ക്രെഡിറ്റ് ബ്യൂറോ ലൈസൻസ് ഉള്ള സൊസൈറ്റികളൊന്നാണ് പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എക്സ്പീരിയൻ ക്രെഡിറ്റിൻ്റെ ലൈസൻസ് ഉണ്ട്. അത് മുഖാന്തരം കസ്റ്റമറിൻ്റെ പ്രയർ ക്രെഡിറ്റ് ഹിസ്റ്ററി നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. 2, റീപേയ്മെൻറ്റ് കപ്പാസിറ്റി. ആ കസ്റ്റമറിൻ്റെ ആവശ്യം എന്തുമായിക്കോട്ടെ, പക്ഷേ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ ലോണുകൾ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. 3, ഇതിന് ജാമ്യമായി നിൽക്കുന്ന വ്യക്തികൾ. അപ്പോൾ ഒരു പക്ഷേ ജാമ്യം പ്രോപ്പർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാം. അത് ക്രെഡിബിൾ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അതിൻ്റെ ഭാഗമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ലോണുകൾ ഒരു പക്ഷേ കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ നമ്മൾ 170 കോടി രൂപയോളം ലോണുകൾ കൊടുത്തു. ആ 170 കോടി ലോൺ കൊടുത്തതിന് അതും 99% മുകളിൽ റീപേയ്മെൻറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പാരാമീറ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മെമ്പർമാരുടെ പൈസയാണ് നമ്മൾ ലോണുകളായിട്ട് കൊടുക്കുന്നത്. അതിന്മേൽ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ ബോർഡിൻ്റെ അംഗീകാരത്തോടെ ആണ് എല്ലാ ലോണുകളും പാസ്സാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആലുവയിൽ ഒരു ഏകദേശം 5000 സ്ക്വയർ ഫീറ്റിന് മുകളിലായിട്ട് ഒരു ലോൺ പ്രോസസ്സിംഗ് സെൻറ്റർ. ഒരുപക്ഷെ സഹകരണ മേഖലയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സൊസൈറ്റി ഒരു ലോൺ ആൻഡ് ഓപ്പറേഷൻ പ്രോസസ്സിംഗ് സെൻറ്റർ തുടങ്ങുന്നത്. ഒരു കംപ്ലീറ്റ്ലി സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഫെസിലിറ്റി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ എടുത്തിട്ടുണ്ട്. മാർക്കറ്റിൽ ഒരുപക്ഷെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ചെയ്യുന്ന പോലെ ലോൺ അണ്ടർ റൈറ്റിംഗ് പ്രോസസ്സ് ചെയ്തുകൊണ്ട് അതിന് വ്യക്തമായ മാനദണ്ഡത്തോടു കൂടിയാണ് പ്രൈഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലോണുകൾ കൊടുക്കുന്നത്. അതുതന്നെയാണ് ഞങ്ങളുടെ വിജയരഹസ്യം. സുതാര്യമായി പ്രവർത്തിക്കുക, ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുക, അതിനോടൊപ്പം തന്നെ ഒരു കുടുംബാംഗങ്ങളെപ്പോലെ ഒരുമിച്ച് ഒരു ടീമായി വർക്ക് ചെയ്യുക. എങ്കിൽ ഏത് സംരംഭവും എളുപ്പം വിജയിക്കും എന്നുള്ളത് തെളിയിക്കുന്നതാണ് പ്രൈഡിൻ്റെ ഈ പ്രവർത്തനങ്ങൾ. അതാണ് പ്രൈഡിൻ്റെ ചെയർമാനും സിഇഒയും COOയും ഒക്കെ നമ്മളോട് വിശദമാക്കിയത്. ഈ പ്രൈഡിൻ്റെ ഈ വിജയം, പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൻ്റെ ഈ വിജയത്തിന് എളുപ്പവഴികളില്ല. അവർ അധ്വാനിച്ചു, അവർ വിശ്വാസ്യത നേടിയെടുത്തു, അവരുടെ പ്രവർത്തനങ്ങൾ സുതാര്യമായിരുന്നു. അതുകൊണ്ടാണ് അവർ വിജയിച്ചത്. ആ വിജയം മറ്റ് മേഖലയിലുള്ളവർക്കും വലിയ മാതൃകയാണ്. അത് മാതൃകയാക്കി കൂടുതൽ മുന്നോട്ട് പോയി കൂടുതൽ വിജയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്ദി.